Hello everyone, welcome to another topic in psychology. Today we are talking about the cognitive views of Jerome S. Bruner. Dear students, in this picture we can see the Jerome Simon Bruner. Jerome Simon Bruner as one of the most ardent exponents of the cognitive development approach. Bruner has contributed much to the technology of information processing leading to the development of cognitive structure of an individual. He strongly propagated the message of discovery learning and in this attempt coined a very famous phrase that is often quoted in all discussion on instruction these days. It is learning to learn. He believed that the process of learning through discovery is more important than the mere material learned. ജെറം സൈമർ ബ്രൂണർ ഒരു വൈജ്ഞാനിക മനഃശാസ്ത്രജ്ഞൻ ആയിരുന്നു. വൈജ്ഞാനിക വികസന സമീപനത്തിന്റെ ഏറ്റവും ശക്തനായ ഒരു വക്താവെന്ന നിലയിൽ വ്യക്തിയുടെ വൈജ്ഞാനിക ഘടനയുടെ വികസനത്തിലേക്ക് നയിക്കുന്ന വിവര സംസ്കരണത്തിന്റെ സാങ്കേതിക വിദ്യയ്ക്ക് വലിയ സംഭാവന നൽകിയ വ്യക്തിയാണ് ബ്രൂണർ. അദ്ദേഹം കണ്ടെത്തലിലൂടെയുള്ള പഠനത്തിന്റെ സന്ദേശം ശക്തമായി പ്രചരിപ്പിച്ചു. ആധുനിക കാലത്ത് വിദ്യാഭ്യാസപരമായ ചർച്ചകളിൽ ഏറ്റവുമധികം ഉദ്ധരിച്ചു കേൾക്കാറുള്ള പഠിക്കാൻ പഠിപ്പിക്കൽ എന്ന പ്രയോഗം ബ്രൂണറുടെ പഠനത്തിലൂടെയാണ് പ്രസിദ്ധമായത്. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ കണ്ടെത്തലിലൂടെയുള്ള പഠനം നടക്കുന്ന പഠനത്തിലെ പ്രക്രിയ വെറും പാഠ്യവസ്തുവിനേക്കാൾ പ്രാധാന്യമാണ്. വിജ്ഞാന വിസ്ഫോടനവുമായി പൊരുത്തപ്പെടുത്തണമെങ്കിൽ ഓരോ പഠിതാവും പഠിക്കുന്നതെങ്ങനെ എന്ന് പഠിക്കണം എന്ന് അദ്ദേഹം സിദ്ധാന്തിച്ചു. കണ്ടെത്തലിലൂടെയുള്ള പഠനത്തിന് പ്രാധാന്യം നൽകിയ വ്യക്തിയാണ് ജെറം സൈമർ ബ്രൂണർ. Jerome Simon Bruner, he was born in October 1st, 1915. He was died June 5, 2016. He was an American psychologist who made significant contribution to human cognitive psychology and cognitive learning theory in educational psychology. He taught and he did research at Harvard University, the University of Oxford and New York University. ജെറം സൈമർ ബ്രൂണർ 1915 ഒക്ടോബർ 1 ജനിക്കുകയും 2016 ജൂൺ 5 മരണമടയുകയും ചെയ്ത അമേരിക്കൻ മനഃശാസ്ത്രജ്ഞൻ ആകുന്നു. മാനുഷിക വൈജ്ഞാനിക മനഃശാസ്ത്ര മേഖലയ്ക്ക് ഒരുപാട് സംഭാവനകൾ ചെയ്ത വ്യക്തിയാണ് ജെറം സൈമർ ബ്രൂണർ. വൈജ്ഞാനിക പഠന സിദ്ധാന്തങ്ങൾക്ക് പ്രാധാന്യം നൽകിയ അദ്ദേഹം വിദ്യാഭ്യാസ മനഃശാസ്ത്ര മേഖലയ്ക്ക് നിരവധി സംഭാവനകൾ നൽകിയ വ്യക്തിയാകുന്നു. ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിൽ പഠിപ്പിക്കുകയും ചെയ്ത അദ്ദേഹം യൂണിവേഴ്സിറ്റി ഓഫ് ഓക്സ്ഫോർഡ്, ന്യൂയോർക്ക് യൂണിവേഴ്സിറ്റി എന്നിവയിൽ അധ്യാപന ജീവിതം അനുഷ്ഠിക്കുകയും ചെയ്തിട്ടുണ്ട്. Discovery learning was introduced by Jerome S. Bruner, and it is a method of inquiry-based instruction. This popular theory encourages learners to build on past experiences and knowledge, use their intuition, imagination, and creativity, and search for new information to discover facts, correlations, and new truths. കണ്ടെത്തി പഠിക്കൽ എന്ന പഠന രീതി ജെറം എസ് ബ്രൂണർ ആവിഷ്കരിച്ചതാണ്. അദ്ദേഹത്തിന്റെ ഈ പഠന രീതി അന്വേഷണത്തെ അടിസ്ഥാനമാക്കിയുള്ള നിർദ്ദേശത്തിന്റെ ഒരു രീതിയാണ്. മുൻകാല അനുഭവങ്ങളും അറിവും കെട്ടിപ്പടുക്കുന്നതിനും അവയുടെ അഥവാ കുട്ടികളുടെ അവബോധം, ഭാവന, സർഗാത്മകത എന്നിവ ഉപയോഗിക്കുന്നതിനും വസ്തുതകൾ, പരസ്പര ബന്ധങ്ങൾ, പുതിയ സത്യങ്ങൾ എന്നിവ കണ്ടെത്തുന്നതിനും പുതിയ വിവരങ്ങൾക്കായി അവരെ
ത്വരിതപ്പെടുത്തുന്നതിനും ഈ ജനപ്രിയ സിദ്ധാന്തം പഠിതാക്കളെ പ്രോത്സാഹിപ്പിക്കുന്നു. Discovery learning is a technique of inquiry-based learning and is considered a constructivist-based approach to education. It is also referred to as problem-based learning, experiential learning, and 21st century learning. This philosophy later became the discovery learning movement of the 1960s. The mantra of this philosophical movement suggests that people should learn by doing. അന്വേഷണത്തെ അടിസ്ഥാനമാക്കിയുള്ള ഒരു പഠന രീതിയാണ് കണ്ടെത്തി പഠിക്കുക എന്നത്. ജ്ഞാനനിർമ്മിതി വാദസിദ്ധാന്തത്തിന്റെ ഒരു അടിസ്ഥാനപരമായ പഠന രീതി കൂടിയാണ് കണ്ടെത്തി പഠിക്കുക എന്നത്. ഇതിനെ പ്രശ്നാധിഷ്ഠിത പഠന രീതിയെന്നും അനുഭവ പരിചയ പഠനരീതി എന്നും 21ാം നൂറ്റാണ്ടിലെ പഠനരീതി എന്നും കണക്കാക്കപ്പെടുന്നു. ഈ തത്വചിന്ത പിന്നീട് 1960കളിലെ കണ്ടെത്തൽ പഠന പ്രസ്ഥാനമായി മാറുകയും ചെയ്തു. ഈ ദാർശനിക പ്രസ്ഥാനത്തിന്റെ പ്രധാന മന്ത്രം ആളുകൾ ചെയ്യുന്നതിലൂടെയാണ് പഠിക്കുന്നത് എന്നതാണ്. കുട്ടികൾ ചെയ്തു പഠിക്കുക എന്നതാണ് ഡിസ്കവറി ലേണിംഗിന്റെ പ്രധാന അടിസ്ഥാനം. Bruner is the exponent of discovery approach to learning. The discovery approach considers learners as anchors of knowledge who should acquire knowledge in the exact manner in which it is generated. According to the discovery model, learners should be presented a problem solution to which they would have to seek alternative solutions. കണ്ടെത്തി പഠിക്കുക എന്ന പഠന സമീപനത്തിന്റെ പ്രധാന വക്താവാണ് ബ്രൂണർ. കണ്ടെത്തി പഠിക്കുക എന്ന പഠന സമീപനം പഠിതാക്കളെ അറിവ് അന്വേഷിക്കുന്നവരായി കണക്കാക്കുന്നു. കുട്ടികൾ അറിവ് കൃത്യമായി സൃഷ്ടിക്കുന്ന രീതിയിൽ വേണം പഠന സമീപനം തുടരുവാൻ. ഈ കണ്ടെത്തൽ പഠനം അനുസരിച്ച് പഠിതാക്കൾക്ക് പ്രശ്ന പരിഹാരത്തിന് ബദൽ സംവിധാനം നൽകേണ്ടതില്ല. പകരം പ്രശ്ന സാഹചര്യങ്ങൾ അവതരിപ്പിക്കുകയാണ് വേണ്ടത്. ബ്രൂണറിന്റെ കണ്ടെത്തി പഠിക്കുക എന്ന പഠന സമീപനം പ്രധാനമായും പറയുന്നത് കുട്ടികൾ കണ്ടെത്തി പഠിക്കുന്നതിന്റെ വക്താക്കളാകണം. കണ്ടെത്തി പഠിക്കുന്നതിലൂടെ കൂടുതൽ ചിന്തിക്കുവാനും പഠനശേഷിയിൽ പുരോഗതി നേടിയെടുക്കുവാനും കുട്ടികൾക്ക് സാധിക്കും എന്നതാണ്. Regarding education, Bruner advocated that if students were allowed to pursue concepts on their own, they would gain a better understanding. ബ്രൂണറിന്റെ അഭിപ്രായത്തിൽ വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ സ്വന്തം ആശയങ്ങൾ പിന്തുടരുവാൻ അനുവദിക്കുക വഴി വിദ്യാർത്ഥികളിൽ മികച്ച ധാരണ സൃഷ്ടിക്കുവാൻ സാധിക്കും എന്നതാണ്. He urged discovery learning, which involved the teacher providing guidance or scaffolding, organizing the curriculum in a spiral manner so that the students were continually building upon what they have already learned. ബ്രൂണർ പറയുന്നത് അധ്യാപകൻ ഒരു ഗൈഡായും കൈത്താങ്ങ് നൽകുന്ന വ്യക്തിയായും നിലകൊള്ളണം. അധ്യാപകന്റെ
ഗൈഡ് ലൈൻസ് കൊണ്ടും കൈത്താങ്ങ് കൊണ്ടും വിദ്യാർത്ഥികളിൽ പഠനത്തെ വളരെ എളുപ്പമുള്ളതാക്കി മാറ്റുവാൻ സാധിക്കണം. അതോടൊപ്പം കരിക്കുലം സ്പൈറൽ മാനറിൽ നടപ്പിലാക്കുവാനും ബ്രൂണ അഭിപ്രായപ്പെടുന്നു. This involves the teacher learning the same content in different ways depending on the student's developmental level. അധ്യാപകൻ വിദ്യാർത്ഥികളുടെ പഠന നിലവാരം വ്യക്തമായി മനസ്സിലാക്കുകയും വിദ്യാർത്ഥിയുടെ വികസന നിലയെ ആശ്രയിച്ച് പാഠ്യവിഷയത്തിന്റെ ഉള്ളടക്കം വ്യത്യസ്ത രീതിയിൽ പഠിപ്പിക്കുവാൻ അധ്യാപകൻ പ്രാപ്തനായിരിക്കണം എന്നും ബ്രൂണ പറയുന്നു. ലേണിംഗ് ഇൻ എ പ്രോബ്ലം സോൾവിംഗ് സിറ്റുവേഷൻ ഹാസ് 3 aspects. കണ്ടെത്തി പഠിക്കുക എന്നത് പ്രശ്നാധിഷ്ഠിത ബോധന രീതി കൂടിയാണ്. So, see, they have 3 aspects in problem solving situation. First one, activation. Second one, maintenance. Third one, direction. Activation means a stimulus which could generate action. സജ്ജമാക്കൽ എന്നതാണ് ആക്ടിവേഷൻ. കുട്ടികളെ പഠനത്തിനായി സജ്ജരാക്കുക. Maintenance could imply that the action should be sustained. പ്രവർത്തനം ചെയ്യുമ്പോൾ തെറ്റുകൾ സംഭവിക്കാം. അപ്പം അത്തരം പ്രവർത്തനങ്ങളുമായി മുൻപോട്ട് പോകുന്ന സമയത്ത് ഉണ്ടാവുന്ന തെറ്റുകൾ തിരുത്തി പ്രവർത്തനത്തെ കൂടുതൽ നല്ല രീതിയിൽ നിലനിർത്തുക എന്നതാണ് മെയിൻ്റനൻസ് എന്നതിൻ്റെ അർത്ഥം. നെക്സ്റ്റ്, ഡിറക്ഷൻ. ഡിറക്ഷൻ വുഡ് മീൻ മൂവ്മെന്റ്സ് വിച്ച് പ്രൊമോട്ട് റിയലൈസേഷൻ ഓഫ് എ ഗോൾ. പഠനത്തിന് ലക്ഷ്യം നിർണയിച്ചു കൊടുക്കണം. ലക്ഷ്യം നിർണയിച്ചു കൊടുക്കുന്ന സമയത്ത് കുട്ടികളെ പഠിക്കുവാനായിട്ട് പ്രോത്സാഹിപ്പിക്കുകയും വേണം. ഫോർ ഡിസ്കവറി ലേണിംഗ്. ഇനി നമുക്ക് നോക്കാം എന്തൊക്കെ തന്ത്രങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ഡിസ്കവറി ലേണിംഗിനെ എഫക്റ്റീവാക്കി മാറ്റാം. ഫസ്റ്റ് വൺ, make use of the most wonderful gift given to human being by nature, namely curiosity, as a dynamic force leading to discovery. മനുഷ്യനെ പ്രകൃതി നൽകിയ ഏറ്റവും വലിയ കഴിവാണ് ജിജ്ഞാസ എന്ന ശേഷി. സോ മനുഷ്യന്റെ കണ്ടെത്തലിലേക്ക് നയിക്കുന്ന ആ ചലനാത്മക ശക്തിയെ മാക്സിമം ഉപയോഗപ്പെടുത്തുക. The next strategy advocated by Bruner, that is, grade the curriculum material to suit the developmental status of the learner. In this context, one should remember how it was discussed in the section on intellectual development about the 3 hierarchical stages in learning experiences formulated by Bruner, namely enactive, iconic, and symbolic. In order to ensure suitability for each stage, he advocated the spiral organization of curriculum material so that the same unit can be split into various graded stages that could be mastered in terms of experiences appropriate for the developmental stage of the learner. He held that if this psychological approach is maintained, anything can be taught anybody in any level of development in an intellectually honest manner. See, Bruner advocated discovery learning. ഡിസ്കവറി ലേണിംഗ് കണ്ടെത്തി പഠിക്കുക എന്നത് ബ്രൂണർ നടപ്പിലാക്കിയിട്ടുള്ള ഒരു വിദ്യാഭ്യാസ രീതിയാണ്. ഈ ഡിസ്കവറി ലേണിംഗ് എഫക്റ്റീവ് ആക്കാനായി അധ്യാപകർക്കായി അദ്ദേഹം ചില നിർദ്ദേശങ്ങൾ മുൻപോട്ട് വെച്ചു. അതിൽ 2ാമത്തെ നിർദ്ദേശമാണ് നമ്മളിപ്പോൾ കാണുന്നത്. അദ്ദേഹം ഇവിടെ പറയുകയാണ്, പഠ്യവസ്തുവിനെ പഠിതാവിൻ്റെ വികസന നിലവാരത്തിനൊത്ത് ക്രമീകരിക്കുക. കുട്ടിയുടെ മെന്റൽ ഏജിനനുസരിച്ച്
മെന്റൽ ഗ്രോത്തിനനുസരിച്ച് പാഠ്യവസ്തുവിനെ ക്രമീകരിച്ചു കൊടുക്കേണ്ടത് അധ്യാപകന്റെ ഉത്തരവാദിത്തമാണ്. ഇതിനായി ബ്രൂണർ നിർദ്ദേശിച്ച ക്രമീകൃത ഘട്ടങ്ങളായിട്ടുള്ള പ്രവർത്തനഘട്ടം, ബിംബനഘട്ടം, പ്രതിരൂപാത്മക ഘട്ടം എന്നിവ ഉപയോഗിക്കുവാൻ അധ്യാപകനെ സാധിക്കും. ഓക്കെ, അതുപോലെ തന്നെ സ്പൈറൽ കരിക്കുലത്തിൽ സ്പൈറൽ സമീപനം ഉപയോഗപ്പെടുത്തി പാഠ്യവസ്തുവിനെ ക്രമീകരിക്കുവാനും അധ്യാപകനെ സാധിക്കണം. ഓക്കെ, കുട്ടീൻ്റെ നിലവാരത്തിനനുസരിച്ച് പാഠ്യവസ്തുവിനെ വിവിധ യൂണിറ്റുകളായി ക്രമീകരിച്ചുകൊണ്ട് നിരവധി ഘട്ടങ്ങളായി തിരിച്ച് അനുയോജ്യമായ പഠനാനുഭവങ്ങളിലൂടെ പഠനം നടത്തുവാൻ അധ്യാപകനെ സാധിക്കണം. ഇത്തരത്തിൽ മനഃശാസ്ത്രപരമായ രീതികൾ അവലംബിച്ചാൽ ബുദ്ധിപരമായ സത്യസന്ധത പാലിച്ചുകൊണ്ട് എന്തും ഏത് നിലവാരത്തിലുമുള്ള ആരെയും പഠിപ്പിക്കാൻ സാധിക്കുമെന്ന് ബ്രൂണർ വിശ്വസിക്കുന്നു. ഓക്കെ, നമ്മൾ ഇവിടെ അദ്ദേഹം വാദിക്കുന്നത് സ്പൈറൽ കരിക്കുലം നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ സാധിക്കും, അധ്യാപകനെ ഫോളോ ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ബ്രൂണറിൻ്റെ ക്രമീകൃത ഘട്ടങ്ങളായിട്ടുള്ള ഇനാക്റ്റീവ്, ഐക്കോണിക്, സിംബോളിക് എന്നീ ഘട്ടങ്ങൾ ഏത് ഘട്ടമാണോ അനുയോജ്യമായിട്ടുള്ളത് ആ ഒരു പ്രത്യേക കാലഘട്ടത്തിൽ വിദ്യാർത്ഥിക്ക് അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പഠനം നടത്തുക. സത്യസന്ധമായി ഇത്തരത്തിലുള്ള രീതികൾ നിങ്ങൾ അവലംബിച്ചാൽ നല്ല രീതിയിലുള്ള ബോധനം ഏതൊരു വിദ്യാർത്ഥികളിലും നടത്തുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്നാണ് ബ്രൂണർ വാദിക്കുന്നത്. The third strategy to the teacher advocated by Brunner. See, in order to ensure proper cognitive development, gradual increase in the level of abstraction of experiences should be ensured. Freedom from bondage to response to concrete stimuli and increase in the use of verbal language were cited by him as sign of cognitive development. This should be judicially done. ഇവിടെ പറയുന്നത് കുട്ടിക്ക് നൽകേണ്ട കറക്റ്റായിട്ടുള്ള ഒരു പ്രബലനത്തെക്കുറിച്ച് കൂടിയാണ്. ശരിയായ വൈജ്ഞാനിക വികസനം ഉറപ്പുവരുത്താൻ വേണ്ടി പഠനാനുഭവങ്ങളുടെ ഗുണാത്മക സ്വഭാവത്തിൻ്റെ നിലവാരം ക്രമമായി വർദ്ധിപ്പിക്കണം. പ്രതികരണങ്ങൾക്ക് പദാർത്ഥ സംയുക്തമായ ചോദകങ്ങളോടുള്ള ബന്ധം ക്രമേണ ഒഴിവാക്കുകയും ഭാഷയുടെ പ്രയോഗം ക്രമാനുഗതമായി വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നത് വൈജ്ഞാനിക വികസനത്തിൻ്റെ തെളിവായി അദ്ദേഹം കരുതി. എന്നാൽ ഇത് ഔചിത്യപൂർവം വേണം നിർവഹിക്കുവാൻ. ഒരു വ്യക്തിയുടെ ഒരു കുട്ടിയുടെ മെൻ്റൽ ഡെവലപ്മെൻറ്റിനനുസരിച്ച് ആ കുട്ടിയിൽ വേണ്ട രീതിയിലുള്ള ബോധനം നടത്തുവാൻ ഓരോ അധ്യാപകനും ശ്രമിക്കണം. വ്യക്തമായിട്ടുള്ള പ്രബലനം നൽകിക്കൊണ്ട് ഓരോ ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ് കൂടി ഉന്നയിച്ചുകൊണ്ട് ഊന്നി നൽകിക്കൊണ്ട് വേണം അധ്യാപകൻ കോഗ്നിറ്റീവ് വളർച്ച ഓരോ വിദ്യാർത്ഥിയിലും ഉണ്ടാക്കിയെടുക്കുവാൻ കണ്ടെത്തലിലൂടെ പഠനം സജസ്റ്റ് ചെയ്യുവാനായി. നെക്സ്റ്റ്, ഫോർത്ത് സ്ട്രാറ്റജിയാണ് there should be constant and systematic interaction between the teacher ഇവിടെ expert ആണ്, teacher and the learner, so that the latter can discover knowledge scientifically and precisely. പഠിതാവും വിദ്യാർത്ഥിയും അധ്യാപകൻ ഇവിടെ വിദഗ്ധനായി ബ്രൂണർ പ്രതിപാദിക്കുന്നു. പഠിതാവും അധ്യാപകനും ആയി നിരന്തരം ചിട്ടയായ പ്രതിവർത്തനം നടത്തണം. ശാസ്ത്രീയവും സൂക്ഷ്മവുമായ കണ്ടെത്തലുകൾക്ക് അത് കൂടിയേ തീരൂ. നമ്മളിപ്പോൾ PGക്കൊക്കെ പഠിക്കുന്ന സമയത്ത് ഒരു ഡെസർട്ടേഷൻ ചെയ്യും. ആ ഡെസർട്ടേഷൻ ചെയ്യുന്നതും ഒരു ഡിസ്കവറി ലേണിംഗ് തന്നെയാണത്. നമ്മളൊരു കാര്യം കണ്ടെത്തുകയാണല്ലോ. അവിടെ ഒരു ഗൈഡും ആ സ്റ്റുഡൻറ്റും തമ്മിൽ വളരെയധികം സമയം ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ടതായിട്ട് വരും. നമുക്ക് ഒരുപാട് അധ്യാപകരുണ്ടായിരിക്കും PGക്ക്, അതിൽ നിന്നും ഒരു വ്യക്തിയായിരിക്കും ഗൈഡായിട്ട് കിട്ടുന്നുണ്ടാവുക.
അദ്ദേഹവുമായി നാം ഒരുപാട് നേരം ചർച്ച ചെയ്യേണ്ടതായിട്ട് വരും. കണ്ടന്റുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ. വളരെ ഫ്രണ്ട്ലി ആയിട്ടും ആവശ്യകതമായിട്ടുള്ള ഇൻഫോർമേഷൻസ് പാസ് ചെയ്യുന്നതുമായിട്ടുള്ളൊരു വ്യക്തിയായിരിക്കും നമ്മുടെ ഗൈഡ്. മനസ്സിലാവുണ്ടോ? അത്തരം നല്ലൊരു ഇൻട്രാക്ഷനിലൂടെ നമുക്ക് നല്ലൊരു ഡിസ്കവറി ലേണിംഗ് നടത്തുവാൻ സാധിക്കും എന്നതുകൂടി ഓർക്കുക. ഇത്രയുമാണ് ക്ലാസ് മുറിയിൽ അധ്യാപകൻ നടപ്പിലാക്കേണ്ട സ്ട്രാറ്റജീസ്. ഈ സ്ട്രാറ്റജീസ് നടപ്പിലാക്കുന്നതിലൂടെ ഡിസ്കവറി ലേണിംഗ്, കണ്ടെത്തി പഠിക്കുക എന്ന് പറയുന്ന പഠന സമീപനം നല്ല രീതിയിൽ ക്ലാസ് റൂമിൽ അവലംബിക്കുവാൻ നമ്മൾ ഓരോ അധ്യാപകർക്കും സാധിക്കുമെന്ന് ബ്രൂണർ വാദിക്കുന്നു. Stages of learning. According to Brunner, the information processing based on 3 learning stages: enactive stage, iconic stage, and symbolic stage. The cognitive structure provides meaning and organization to experiences and allow the individual to go beyond the information given. This is a continuous process. Learning occurs, so the learning occurs 3 stages, that is the enactive, iconic and symbolic. ബ്രൂണറിന്റെ അഭിപ്രായത്തിൽ ഒരു കുഞ്ഞിൽ വികസനഘട്ടം പ്രായവുമായി ബന്ധപ്പെടുത്തുന്നില്ല, മറിച്ച് ആശയങ്ങൾ രൂപവൽക്കരിക്കാനും അങ്ങനെ വൈജ്ഞാനിക ഘടന കെട്ടിപ്പടുത്തുവാനും വ്യക്തി ഉപയോഗിക്കുന്ന അനുഭവങ്ങളുടെ സ്വഭാവത്തെ ആധാരമാക്കിയാണ് അദ്ദേഹം ഈ 3 ഘട്ടങ്ങളെ വിവരിക്കുന്നത്. ആശയത്തിന്റെ നിലവാരത്തെ നിർണ്ണയിക്കുന്ന ഈ അനുഭവങ്ങളെ ബ്രൂണർ ക്രമീകരിക്കുന്നത് ഗുണാത്മകതയുടെ നിലവാരത്തെ ആധാരമാക്കിയാണ്. കുട്ടിയുടെ ചിന്ത 3 ഘട്ടത്തിലൂടെ വികസിക്കുന്നു എന്നാണ് ബ്രൂണർ വാദിക്കുന്നത്. ആദ്യഘട്ടം എനാക്റ്റീവ് സ്റ്റേജ്, പ്രവർത്തന ഘട്ടം. രണ്ടാം ഘട്ടം ബിംബന ഘട്ടം, ഐക്കോണിക് സ്റ്റേജ്. മൂന്നാം ഘട്ടം പ്രതിരൂപാത്മക ഘട്ടം, സിംബോളിക് സ്റ്റേജ്. Let's see the learning stages. Enactive representation, pravartana ghittam, representing one's understand through motor responses, action-based learning, in which children need to experience the concrete in order to understand. In this stage, the child manipulate objects in their hands, touching the things to understand the problem. Action-based learning. ഫസ്റ്റ് ഘട്ടത്തിൽ വൈജ്ഞാനിക അനുഭവങ്ങൾ സ്വീകരിക്കുന്നതും പ്രകടിപ്പിക്കുന്നതും കായിക പ്രവർത്തനങ്ങളുടെ ആണ്. അത്തരം പ്രവർത്തനത്തിലൂടെ കുട്ടി ഒരു കാര്യം പഠിക്കുക എന്നതാണ് ഇനാക്റ്റീവ് റെപ്രസെൻറ്റേഷൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. പ്രവർത്തന ഘട്ടം എന്നതിലൂടെ അർത്ഥമാക്കുന്നത് പ്രവർത്തിച്ച് പഠിക്കുക, പ്രവർത്തന ഘട്ടം എന്ന് അർത്ഥമാക്കുന്നു. നെക്സ്റ്റ് ഘട്ടമാണ് ഐക്കോണിക് റെപ്രസെൻറ്റേഷൻ, ബിംബന ഘട്ടം. യൂസിങ് ഇമേജസ് ടു റെപ്രസെൻറ്റ് അണ്ടർസ്റ്റാൻഡിങ് ദ ലേണിംഗ്, ഇമേജ് ബേസ്ഡ് ലേണിംഗ്. Students are able to represent materials graphically or mentally. രണ്ടാം ഘട്ടത്തിൽ കുട്ടി വൈജ്ഞാനിക അനുഭവങ്ങൾ സ്വീകരിക്കുന്നതും പ്രകടിപ്പിക്കുന്നതും പ്രത്യക്ഷത്തിന് വിധേയമായ അനുഭവങ്ങളുടെ മാനസിക ബിംബങ്ങളിലൂടെയാണ്. ഈ ബിംബങ്ങൾ കായിക പ്രവർത്തനങ്ങളിൽ നിന്നും സ്വതന്ത്രമായിരിക്കും. ഈ ഘട്ടത്തിൽ വസ്തുക്കൾ പദാർത്ഥത്തിന്റെ അഭാവത്തിലും ബിംബങ്ങളിലൂടെ മനസ്സിലാക്കാൻ ശ്രമിക്കുകയുമാണ് ചെയ്യുന്നത്. അതായത് ഇമേജസിലൂടെ കുട്ടി ഒരു കാര്യം
പഠിക്കാനായിട്ട് ഉപയോഗപ്പെടുത്തുന്നതാണ് ഐക്കോണിക് റെപ്രസെൻറ്റേഷൻ. മൂന്നാം ഘട്ടം സിംബോളിക് റെപ്രസെൻറ്റേഷൻ. സിംബോളിക് റെപ്രസെൻറ്റേഷൻ students are able to use logic, higher order thinking skills and symbol systems. Using symbols like language, music notes and math notations to represent understanding language based learning ആണ് പ്രതിരൂപാത്മക ഘട്ടത്തിൽ സംഭവിക്കുന്നത്. വൈജ്ഞാനിക അനുഭവങ്ങൾ സ്വീകരിക്കുന്നതും പ്രകടിപ്പിക്കുന്നതും പ്രതീകങ്ങൾ വഴിയാണ്. മുഖ്യമായും ഭാഷയാണ് ഇവിടെ പ്രധാന പഠന വിഷയമായി വരുന്നത്. ഇവിടെ പ്രവർത്തനവും ബിംബങ്ങളും ഭാഷാ പദങ്ങളായി മാറുകയും അങ്ങനെ ഗുണാത്മക ചിന്തയിലേക്ക് വ്യക്തിയെ നയിക്കുകയും ചെയ്യുന്നു. ഇത്രയുമാണ് ബ്രൂണറിന്റെ ലേണിംഗ് സ്റ്റേജസ്. ഫസ്റ്റ് വൺ ഇനാക്റ്റീവ് റെപ്രസെൻറ്റേഷൻ, ആക്ഷൻ ബേസ്ഡ് ലേണിംഗ്. സെക്കൻഡ് ഐക്കോണിക് റെപ്രസെൻറ്റേഷൻ, ഇമേജ് ചിത്രം ബേസ്ഡ് ലേണിംഗ്. മെന്റൽ പിക്ചേഴ്സ് അങ്ങനെ ഇമേജ് ബേസ്ഡ് ലേണിംഗ് ആണ്. സിംബോളിക് റെപ്രസെൻറ്റേഷൻ, ലാംഗ്വേജ് ബേസ്ഡ് ലേണിംഗ്. സാധാരണഗതിയിൽ ഈ ഒരു ഘട്ടങ്ങളെ പറയുമ്പോൾ പ്രവൃത്തി, ബിംബം, ഭാഷ എന്നിങ്ങനെ സഹായത്തോടെ വൈജ്ഞാനിക വികസനം കുട്ടി കൈവരിക്കുന്ന ഒരു പ്രവർത്തന രീതിയാണ്, പ്രവർത്തന സ്റ്റേജസ് ആണ്, പ്രവർത്തന ഘട്ടങ്ങളാണ് ബ്രൂണർ വാദിക്കുന്നത്. The most important contribution of Brunner to the theory of learning is his thorough study of the meaning and nature of a concept and its learning. Brunner developed the concept attainment model of teaching. Brunner വികസിപ്പിച്ചെടുത്ത ഒരു ബോധന മാതൃകയാണ് ആശയ സമ്പാദന ബോധന മാതൃക. ഇന്നും നമ്മൾ വിദ്യാർത്ഥികളെ പഠിപ്പിക്കാനായി ഉപയോഗിക്കുന്ന ഒരു ടീച്ചിങ് മോഡൽ ആണ് കോൺസെപ്റ്റ് അറ്റൈൻമെൻറ്റ് മോഡൽ. സോ അവിടെ പറയുന്നത് പഠിപ്പിക്കുന്ന വസ്തു, പഠിപ്പിക്കുന്ന ആശയത്തിൻ്റെ അർത്ഥവത്തായിട്ടുള്ള പഠനമാണ്. സോ ഒരു വസ്തുവിനെ അർത്ഥവത്തായി ഇൻവെസ്റ്റിഗേറ്റീവായി പഠിപ്പിക്കാനായി ബ്രൂണർ സജസ്റ്റ് ചെയ്തതാണ് കോൺസെപ്റ്റ് അറ്റൈൻമെൻറ്റ് മോഡൽ. സോ ഈ ഒരു കോൺസെപ്റ്റിൻ്റെ ലേണിങ്ങിനെ കുറിച്ചിട്ട് ആധികാരികമായി പഠനം നടത്തിയ വ്യക്തിയാണ് ബ്രൂണർ. സോ ബ്രൂണർ നടത്തിയ കോൺസെപ്റ്റ് പഠനത്തിൽ നടത്തിയ സം സ്ട്രാറ്റജീസ് നമുക്ക് കാണാൻ സാധിക്കും. അക്കോർഡിംഗ് ടു ബ്രൂണർ, 2 മെയിൻ തിങ്കിങ് സ്ട്രാറ്റജീസ് ആർ അഡോപ്റ്റഡ് ഫോർ ക്ലാസിഫിക്കേഷൻ ആൻഡ് കോൺസെപ്റ്റ് ലേണിംഗ്. ബ്രൂണറുടെ അഭിപ്രായത്തിൽ പ്രധാനമായും 2 ചിന്തന തന്ത്രങ്ങളാണ് വർഗീകരണത്തിനും തുടർന്ന് ആശയ പഠനത്തിനും കുട്ടികൾ ഉപയോഗിക്കാറുള്ളത്, അല്ലെങ്കിൽ കുട്ടികളിൽ അധ്യാപകൻ ഉപയോഗിക്കുന്നത്. These strategies are selection and reception. What is selection? In the selection strategy, the learner himself make the classification by forming his own judgments and by testing them. Selection എന്ന് പറയുന്നത് പഠിതാവ് തന്നെ പാഠ്യവസ്തുവിൻ്റെ വിധി നിർണ്ണയിക്കുന്നതെടുത്ത് വർഗീകരണം നടത്തുകയും അവയെ പരിശോധിക്കുകയും ചെയ്യുന്നു. ഓക്കെ, സെലക്ഷൻ സ്ട്രാറ്റജിയിലെ പഠിതാവ് തന്നെയാണ് പഠിക്കുന്ന നൽകിയ ആശയത്തെ ക്ലാസിഫൈ ചെയ്യുന്നതും ആ ക്ലാസിഫൈ ചെയ്ത കാര്യത്തെ ജഡ്ജ് ചെയ്യണതും ആ ജഡ്ജ്മെൻറ്റിനെ പിന്നീട് ടെസ്റ്റ് ചെയ്യുന്നതും. ഓക്കെ, നെക്സ്റ്റ് സ്ട്രാറ്റജിയാണ് റിസപ്ഷൻ സ്ട്രാറ്റജി. In the strategy, positive and negative instances are given by an expert, and by studying them in terms of attributes, learners internalize the concepts. റിസപ്ഷൻ എന്ന് പറയുന്നതിൽ ഒരു വിദഗ്ധൻ ചൂണ്ടിക്കാണിക്കുന്ന ശരിയായ ഉദാഹരണങ്ങളും തെറ്റായ ഉദാഹരണങ്ങളും അവയുടെ സവിശേഷതകളുടെ അടിസ്ഥാനത്തിൽ
പരിശോധിച്ച് പഠിതാവ് അധ്യാപകൻ തനിക്ക് നൽകിയ ആശയത്തെ സ്വയം ഗ്രഹിക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് റിസപ്ഷൻ ആണ് കേട്ടോ. സെലക്ഷൻ സ്ട്രാറ്റജി കഴിഞ്ഞു, ഇനി റിസപ്ഷൻ സ്ട്രാറ്റജി ആണ്. ഇവിടെ നമ്മളൊരു കോൺസെപ്റ്റ് അറ്റൈൻമെന്റ് മോഡലിൽ പഠനം നടത്തുന്ന സമയത്ത് അധ്യാപകൻ ഡയറക്റ്റ്ലി ആദ്യഘട്ടത്തിൽ തന്നെ പഠിക്കുന്ന കോൺസെപ്റ്റ് എന്താണെന്നൊന്നും പറയില്ല. ആദ്യം ഒരുപാട് എക്സാമ്പിൾസ് കൊടുക്കും, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൊടുക്കും. അങ്ങനെ കൊടുക്കുന്ന ആട്രിബ്യൂട്ട്സ്, ഓക്കെ, തെറ്റായിട്ടുള്ള ഉദാഹരണം കൊടുക്കും, ശരിയായിട്ടുള്ള ഉദാഹരണം കൊടുക്കും. ഉദാഹരണങ്ങളെ, സവിശേഷതകളെ പഠിതാവ് മനസ്സിലാക്കുകയും അവിടെ സവിശേഷതകളുടെ അടിസ്ഥാനത്തിൽ പരിശോധിച്ച് പഠിതാവ് ആശയം ഇതാണെന്ന് പഠിതാവ് ഇങ്ങോട്ട് പറയും അധ്യാപകനോട്. ഓക്കെ, എക്സ്പേർട്ട് എന്ന് പറയുന്നത് അധ്യാപകനാണ്. അധ്യാപകൻ വിദ്യാർത്ഥിക്ക് പാഠ്യവിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള തെറ്റായിട്ടുള്ള എക്സാമ്പിളും കൊടുത്തും ശരിയായിട്ടുള്ള എക്സാമ്പിളും കൊടുക്കും. ഓക്കെ, അപ്പോൾ ഈ എക്സാമ്പിളിൽ നിന്നും കാര്യങ്ങൾ ഗ്രഹിച്ചുകൊണ്ട് അധ്യാപകൻ ഇന്ന് പഠിപ്പിക്കുന്ന കണ്ടന്റ് ഇതല്ലേ ടീച്ചറെ എന്ന് കുട്ടി ഇങ്ങോട്ടേക്ക് ചോദിക്കും. അങ്ങനെ വരുന്ന ഒരു പരിശോധനയാണ് ഇവിടെ റിസപ്ഷൻ സ്ട്രാറ്റജി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. The strategies of concept learning has been explained by Bruner in terms of two processes adopted by the learner. ബ്രൂണറിന്റെ അഭിപ്രായത്തിൽ ആശയങ്ങളെ പഠിക്കുന്നതിനായി രണ്ട് പ്രക്രിയകളുടെ ആവശ്യകതയുണ്ട്. ആ രണ്ട് പ്രക്രിയകളാണ് സ്കാനിങ്ങും ഫോക്കസിങ്ങും. സ്കാനിങ്. What is the scanning? In scanning, what the learner does is forming concept hypotheses on the basis of items observed and then to test these hypotheses by closer study. സ്കാനിങ് എന്ന് പറയുമ്പോൾ അധ്യാപകൻ നൽകിയ ഉദാഹരണങ്ങളെ വിദ്യാർത്ഥി ഹൈപ്പോത്തിസിസ് ഉണ്ടാക്കുന്നു. അധ്യാപകൻ നൽകിയ ഉദാഹരണങ്ങളെ സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ട് വിദ്യാർത്ഥി ഹൈപ്പോത്തിസിസ് അനുകൽപ്പനകൾ തയ്യാറാക്കുന്നു. എന്നിട്ട് സൂക്ഷ്മമായ നിരീക്ഷണത്തിലൂടെ ഓരോ അനുകൽപ്പനകളെയും ഓരോ ഹൈപ്പോത്തിസിസിനെയും കുട്ടി പരിശോധിക്കുന്നു എന്നതാണ് സ്കാനിങ്. In focusing strategy, the learner focuses his attention on the attributes of the instances or members in the group in order to identify what the group represents, what concept it represents. Focusing എന്ന തന്ത്രത്തിൽ ആ ഓരോ ഗ്രൂപ്പും, അധ്യാപകൻ നൽകിയ ഓരോ എക്സാമ്പിളിന്റെ ഓരോ ഗ്രൂപ്പും എന്തിനെ പ്രതിനിധാനം ചെയ്യുന്നു, അല്ലെങ്കിൽ ഓരോ ഗ്രൂപ്പും എന്ത് ആശയത്തെ സൂചിപ്പിക്കുന്നു എന്നറിയുവാൻ വേണ്ടി പഠിതാവ് അധ്യാപകൻ നൽകിയ ഓരോ ഗ്രൂപ്പിന്റെയും ഓരോ സവിശേഷതകൾ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യുന്നു. ഓക്കെ, സ്കാനിങ് എന്ന് പറയുമ്പോൾ അധ്യാപകൻ നൽകിയ എക്സാമ്പിൾസിനെ വിദ്യാർത്ഥി എന്ത് ചെയ്യുന്നു, ഹൈപ്പോത്തിസിസ്. ആ അധ്യാപകൻ നൽകിയ എക്സാമ്പിളിനെ ബേസ് ചെയ്തുകൊണ്ട് വിദ്യാർത്ഥി ഹൈപ്പോത്തിസിസ് ക്രിയേറ്റ് ചെയ്യുന്നു, എന്നിട്ട് അത് ടെസ്റ്റ് ചെയ്യുന്നു, ഉണ്ടാക്കിയ ഹൈപ്പോത്തിസിസ് ടെസ്റ്റ് ചെയ്യുന്നു. പക്ഷെ ഫോക്കസിങ്ങിൽ സംഭവിക്കുന്നത് എന്താണ്? അധ്യാപകൻ നൽകിയ പരീക്ഷണത്തിൽ ആ ഒരു എക്സാമ്പിൾസ് ഉണ്ടായിരിക്കും. ആ എക്സാമ്പിൾസിനെ വിദ്യാർത്ഥി സസൂക്ഷ്മം അതിൻ്റെ സവിശേഷതകൾ ഓരോന്നും നിരീക്ഷിക്കുന്നു, ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു എന്നതാണ് ഇവിടെ സംഭവിക്കുന്നത് ഫോക്കസിങ്ങിൽ. Scanning has been subdivided into two: simultaneous scanning and successive scanning. What is simultaneous scanning? Simultaneous scanning, all the hypotheses are tested with regard to each member of the group and correct one identified. സ്കാനിങ്ങിനെ നമുക്ക് രണ്ടായി ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് വൺ സൈമിൾട്ടേനിയസ് സ്കാനിങ്, രണ്ടാമത്തതാണ് സക്സസീവ് സ്കാനിങ്. സൈമിൾട്ടേനിയസ്ലി എന്ന് പറയുമ്പോൾ ഒരു സമയം പല കാര്യങ്ങൾ ചെയ്യുക, അത് തന്നെയാണ് ഇവിടെ സൈമിൾട്ടേനിയസ് സ്കാനിങ്ങിലും വരുന്നത്. അതായത് അധ്യാപകൻ എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട് ഇല്ലേ, അപ്പോൾ ആ എക്സാമ്പിൾസിനെ സ്കാനിങ്ങിൽ വിദ്യാർത്ഥി എന്ത് ചെയ്തിട്ടുണ്ട്, ഹൈപ്പോത്തിസിസ് തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ഇല്ലേ. അപ്പോൾ അധ്യാപകൻ കൊടുത്ത എക്സാമ്പിൾസിൻ്റെ
ഹൈപ്പോതിസിസ് ഓരോന്നും വിദ്യാർത്ഥി പരിശോധിക്കുന്നതാണ് ഈ സൈമുൾട്ടേനിയസ് സ്കാനിങ്ങിൽ നടക്കുന്നത്. എല്ലാ അനുകൽപ്പനകളും എല്ലാ ഹൈപ്പോതിസിസും ഗ്രൂപ്പിലെ ഓരോ അംഗത്തിൻ്റെ കാര്യത്തിലും പരിശോധിച്ച് ശരിയായത് കണ്ടെത്തുന്നു. ഓക്കെ, അതായത് അധ്യാപകൻ ഒരു 4 എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട് വെച്ചോ. അപ്പോൾ ഈ 4 എക്സാമ്പിളിനെ കുറിച്ചിട്ടും വിദ്യാർത്ഥി എന്ത് തയ്യാറാക്കിയിട്ടുണ്ട്? ഹൈപ്പോതിസിസ് തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ ഓരോന്നിനെ കുറിച്ചിട്ടും ഹൈപ്പോതിസിസ് ഓരോന്നിനെ കുറിച്ചിട്ടും തയ്യാറാക്കിയിട്ടുള്ള ഹൈപ്പോതിസിസ് ഫസ്റ്റ് നോക്കുന്നു. ഫസ്റ്റ് എക്സാമ്പിൾ എടുക്കുന്നു, അതിൻ്റെ ഹൈപ്പോതിസിസ് ചെക്ക് ചെയ്യുന്നു. ദെൻ സെക്കൻഡ് എടുക്കുന്നു, അതിൻ്റെ ഹൈപ്പോതിസിസ് ചെക്ക് ചെയ്യുന്നു. തേർഡ് എടുക്കുന്നു, അതിൻ്റെ ഹൈപ്പോതിസിസ് ചെക്ക് ചെയ്യുന്നു. ഫോർത്ത് എടുക്കുന്നു, അതിൻ്റെ ഹൈപ്പോതിസിസ് ചെക്ക് ചെയ്യുന്നു. അങ്ങനെ സൈമൾട്ടേനിയസ്ലി ഒരേ സമയം തന്നെ 4 എക്സാമ്പിളാണ് കൊടുത്തിട്ടുള്ളതെങ്കിൽ 4ൻ്റെയും ഹൈപ്പോതിസിസ് തയ്യാറാക്കിയത് ഒരേ സമയം ചെക്ക് ചെയ്യുന്നതാണ് സൈമൾട്ടേനിയസ് സ്കാനിങ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. എന്നിട്ട് അതിൽ നിന്ന് എന്ത് ചെയ്യുന്നു? കറക്റ്റ് വണ്ണ് ഐഡൻറ്റിഫൈ ചെയ്യുന്നു. ഓക്കെ, നെക്സ്റ്റ് വരുന്ന സ്കാനിങ് ആണ് സക്സസീവ് സ്കാനിങ്. Successive scanning only one concept hypothesis taken at a time. നമ്മൾ പറഞ്ഞു 4 എക്സാമ്പിളാണ് അധ്യാപകൻ കൊടുത്തത്. ആ 4 എക്സാമ്പിളിനെ കുറിച്ചിട്ടും ഹൈപ്പോതിസിസ് കുട്ടി തയ്യാറാക്കുന്നുണ്ട് സ്കാനിങ് എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സിൽ. അതിൽ സൈമൾട്ടേനിയസ്ലി എന്താണ് 4 എക്സാമ്പിളിൻ്റെയും ഹൈപ്പോതിസിസ് ഓരോന്നും ചെക്ക് ചെയ്യുന്നു. കറക്റ്റ് ആണോ അല്ലയോ എന്ന് ഹൈപ്പോതിസിസ് ചെക്ക് ചെയ്യുന്നു. രണ്ടാമത് എടുക്കുന്നു, കറക്റ്റ് ആണോ അല്ലയോ എന്ന് ഹൈപ്പോതിസിസ് ചെക്ക് ചെയ്യുന്നു. മൂന്നാമത് എടുക്കുന്നു, ഹൈപ്പോതിസിസ് ശരിയാണോ തെറ്റാണെന്ന് ചെക്ക് ചെയ്യുന്നു. നാലാമത് എടുക്കുന്നു, ഹൈപ്പോതിസിസ് തെറ്റാണോ ശരിയാണെന്ന് ചെക്ക് ചെയ്യുന്നു. ഒരേ ടൈമാണ് അത് ചെയ്യുന്നത്, 4ഉം ഒന്നിച്ച്. പക്ഷേ ഇവിടെ സംഭവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ 4 എക്സാമ്പിളിനെയും നിരവധിയായിട്ടുള്ള ഹൈപ്പോതിസിസ് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അതിൻ്റെ ഓരോന്നും എടുത്തിട്ട് ഫസ്റ്റ് ഹൈപ്പോതിസിസ് 4ലും ഒരു തവണ ചെക്ക് ചെയ്യുന്നു. ദെൻ പിന്നെന്ത് ചെയ്യുന്നു? രണ്ടാമത്തെ ഹൈപ്പോതിസിസ് എടുത്തിട്ട് 4ലും ചെക്ക് ചെയ്യുന്നു. അങ്ങനെ ചെയ്യുന്ന അതാണ് സക്സസീവ് സ്കാനിങ് എന്ന് പറയുന്നത്. സക്സസീവ് സ്കാനിങ് എന്ന് പറയുമ്പോൾ ഒരേ സമയം ഒരു അനുകൽപ്പന മാത്രം എടുത്ത് പരിശോധിക്കുന്നു. ഒരേ സമയം ഒരു അനുകൽപ്പന മാത്രം എടുത്ത് പരിശോധിക്കുക. ഒരു ഹൈപ്പോതിസിസ് മാത്രം എടുത്തിട്ട് ഫസ്റ്റ് ഹൈപ്പോതിസിസ് എടുത്തു, ഫസ്റ്റത്തിൽ നോക്കി, രണ്ടാമത്തേൽ നോക്കി, മൂന്നാമത്തെ എക്സാമ്പിൾ നോക്കി, നാലാമത്തെ എക്സാമ്പിൾ നോക്കി. ഇനി രണ്ടാമത്തെ ഹൈപ്പോതിസിസ് എടുത്തു, ഫസ്റ്റ് എക്സാമ്പിളിലെ അത് നോക്കി, രണ്ടാമത്തെ എക്സാമ്പിൾ നോക്കി, തേർഡ് ഫോർത്തിൽ നോക്കി. ഇനി മൂന്നാമത്തെ ഹൈപ്പോതിസിസ് എടുത്തു, ഫസ്റ്റിൽ നോക്കി, സെക്കൻഡിൽ നോക്കി, മൂന്നാമത്തേൽ നോക്കി, നാലാമത്തേൽ നോക്കി. അങ്ങനെ വരുന്നതാണ് സക്സസീവ് സ്കാനിങ് എന്നതുകൊണ്ട് പറയുന്നത്. Focusing can be divided into two: focus gambling and conservative focusing. Focus gambling, all the attributes noticed in the first instance are tested at the same time in the case of each of the other case. Conservative focusing, a single attribute is taken and it is tested with each item before the second attribute is taken. ഫോക്കസിങ്ങിനെ നമുക്ക് രണ്ടായിട്ട് വേർതിരിക്കാൻ സാധിക്കും, ഫോക്കസ് ഗാംബ്ലിംഗ് എന്നും കൺസർവേറ്റീവ് ഫോക്കസിംഗ് എന്നും. ഫോക്കസ് ഗാംബ്ലിംഗിൽ നമ്മൾ ചെയ്യുന്നത് എല്ലാ അട്രിബ്യൂട്ട്സും എടുത്ത് ഫസ്റ്റ് എക്സാമ്പിളിൽ ചെക്ക് ചെയ്യുന്നു. എന്നിട്ട് രണ്ടാമത്തെ എക്സാമ്പിൾ എടുത്തിട്ട് എല്ലാ അട്രിബ്യൂട്ട്സിനെയും ചെക്ക് ചെയ്യുന്നു. മൂന്നാമത്തെ എക്സാമ്പിൾ എടുത്ത് എല്ലാ അട്രിബ്യൂട്ട്സിനെയും ചെക്ക് ചെയ്യുന്നു. അതാണ് ഫോക്കസ് ഗാംബ്ലിംഗിൽ വരുന്നത്. സെക്കൻഡ് കൺസർവേറ്റീവ് ഫോക്കസിങ്ങിൽ വരുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഒറ്റ സിംഗിൾ ആട്രിബ്യൂട്ട് എടുത്തിട്ട് ഫസ്റ്റത്തിൽ ചെക്ക് ചെയ്യുന്നു, രണ്ടാമത്തെ എക്സാമ്പിളിൽ ചെക്ക് ചെയ്യുന്നു, മൂന്നാമത്തെ എക്സാമ്പിളിൽ ചെക്ക് ചെയ്യുന്നു. ദെൻ രണ്ടാമത്തെ സിംഗിൾ ആട്രിബ്യൂട്ട് എടുത്തിട്ട് ഫസ്റ്റ് എക്സാമ്പിൾ ചെക്ക് ചെയ്യുന്നു, രണ്ടാമത്തെ എക്സാമ്പിൾ ചെക്ക് ചെയ്യുന്നു, മൂന്നാമത്തെ എക്സാമ്പിൾ ചെക്ക് ചെയ്യുന്നു, നാലാമത്തെ എക്സാമ്പിൾ ചെയ്യുന്നു. അങ്ങനെ നമ്മൾ എത്ര എക്സാമ്പിളാണ് കൊടുത്തിട്ടുള്ളത് അതിൻ്റെ ഒക്കെ ആട്രിബ്യൂട്ട്സ് തയ്യാറാക്കിയിട്ടുണ്ടായിരിക്കും. ആ സിംഗിൾ ആട്രിബ്യൂട്ട്സിനെ എടുത്ത് ചെക്ക് ചെയ്യുന്നതാണ് കൺസർവേറ്റീവ് ഫോക്കസിംഗ് എന്നും. ഫോക്കസ് ഗാംബ്ലിംഗ് എന്ന് പറയുമ്പോൾ എല്ലാ ആട്രിബ്യൂട്ട്സും എടുത്തിട്ട് നിരവധിയായിട്ടുള്ള ആട്രിബ്യൂട്ട്സ് കൊടുത്തിട്ടുണ്ടാവില്ലേ, അത് ഫസ്റ്റ് എക്സാമ്പിൾ ചെക്ക് ചെയ്തിട്ട് ഫുള്ള് ചെക്ക് ചെയ്യുന്നു. ഫസ്റ്റ് എക്സാമ്പിൾ ഫുൾ ആട്രിബ്യൂട്ട്സ് ചെക്ക് ചെയ്യുന്നു. മറ്റേടത്ത് എന്താണ് കൺസർവേറ്റീവിൽ എന്താണ് ഒരൊറ്റ സിംഗിൾ ആട്രിബ്യൂട്ട് ചെക്ക് ചെയ്തിരുന്നു, എല്ലാ എക്സാമ്പിളിലും ഒരുമിച്ച് ചെക്ക് ചെയ്യുന്നു. അതാണ് സംഭവിക്കുന്നത് കേട്ടോ. One thing is clear from the above discussion: the process of scanning is
closely related to selection thinking strategy, while the process of gambling is more related to reception thinking strategy. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലായത് സ്കാനിംഗ് എന്ന് പറയുന്ന പ്രക്രിയ സെലക്ഷൻ എന്ന ചിന്തന തന്ത്രത്തോടും ഫോക്കസിംഗ് എന്ന് പറയുന്ന പ്രക്രിയ റിസപ്ഷൻ എന്ന് പറയുന്ന ചിന്തന തന്ത്രത്തോടും ഏറെ ബന്ധപ്പെട്ട് ഇരിക്കുന്നു എന്നതാണ്. ഇത്രയാണ് the concepts detailed study by the Bruner. Spiral curriculum. The concept of a spiral curriculum was introduced by Bruner. It is a type of curriculum where certain themes run through the years of learning. Spiral upwards, getting broader with more knowledge, skills, and appropriate attitudes being established as the learner develop. In the spiral curriculum, the learner learns the same content again, but in more detail second time with greater understanding. Such a curriculum grows in richness and sophistication by reflecting back on itself and providing opportunities for the reflective organization and reconstruction and transformation of experiences. സ്പൈറൽ കരിക്കുലം കുട്ടികൾക്ക് വളരെ അർത്ഥവത്തായ പഠനം സംഭാവന ചെയ്യുന്നു. കുട്ടിയുടെ മനോനില അനുസരിച്ച് പാഠ്യവസ്തുക്കൾ പഠിപ്പിക്കണമെന്നാണ് സ്പൈറൽ കരിക്കുലം അപ്രോച്ച് ചെയ്യുന്നത്. കുട്ടി വർഷങ്ങൾ എടുത്ത് പാഠ്യവസ്തു പൂർണ്ണമായും മനസ്സിലാക്കുന്നു. താഴെ ക്ലാസ്സുകളിൽ ഉള്ളത് ചെറിയ കണ്ടന്റ് നൽകുകയും അടുത്ത ക്ലാസ്സിലേക്ക് പോകുമ്പോൾ ഡീറ്റെയിൽ ആയി തുടർന്ന് ഓരോ ക്ലാസ്സിലും ആദ്യം പഠിച്ചതിൻ്റെ ഡീറ്റെയിൽ ആയ കാര്യങ്ങൾ പഠിപ്പിക്കുകയും ചെയ്യുന്ന ഒരു കരിക്കുലം ഫോർമാറ്റാണ് സ്പൈറൽ കരിക്കുലം. പഠിതാവ് വികസിക്കുമ്പോൾ അവൻ്റെ മനോനിലയും വികസിക്കുന്നു. അതിനനുസരിച്ച് പാഠ്യവിഷയങ്ങൾ കുട്ടികൾക്ക് നൽകുന്നു. ഇതാണ് സ്പൈറൽ കരിക്കുലം ചെയ്യുന്നത്. ആദ്യം പഠിച്ചത് പിന്നീട് വരുന്ന ഓരോ ക്ലാസ്സിലും അതിൻ്റെ സങ്കീർണമായ വശങ്ങളിലേക്ക് കുട്ടികളിലേക്ക് എത്തിച്ചു കൊടുക്കുന്നതാണ് സ്പൈറൽ കരിക്കുലം ചെയ്യുന്നത്. പാഠ്യ പദ്ധതി സമൃദ്ധമായും മോഡേണൈസ് ചെയ്ത് പഠിപ്പിച്ച് കുട്ടികളിൽ സ്വയം പഠനത്തിൻ്റെ പ്രതിഫലനം നൽകുന്ന അവസരങ്ങൾ നൽകുന്ന ഒന്നുകൂടിയാണ് സ്പൈറൽ കരിക്കുലം. പഠിച്ച കാര്യം റീഓർഗനൈസ് ചെയ്യാനായും പുനർനിർമ്മിക്കുവാനായും അത്തരമൊരു പരിചയസമ്പന്നത വിദ്യാർത്ഥികൾക്ക് നൽകുന്ന കരിക്കുലർ ഫോർമാറ്റാണ് സ്പൈറൽ കരിക്കുലം. ഇത് ഡെവലപ്പ് ചെയ്തത് ജെയസ് ബ്രൂണർ. സ്പൈറൽ കരിക്കുലത്തിന് ഒരു എക്സാമ്പിൾ കൊടുത്തിരിക്കുകയാണ്. ഫൈൻഡിങ് ബുക്സ്. ടോപ്പിക് ഫൈൻഡിങ് ബുക്സ്. സ്പൈറൽ കരിക്കുലം ഒരു സർപ്പിള രീതിയിൽ ഇമാജിൻ ചെയ്യാൻ പറ്റുന്ന ഒരു കരിക്കുലർ ഫോർമാറ്റാണ്. കണ്ടോ, മുകളിലേക്ക് താഴെ നിന്ന് മുകളിലേക്ക് വലയങ്ങൾ സൃഷ്ടിക്കപ്പെട്ട് പോകുന്ന ഒരു കരിക്കുലർ ഫോർമാറ്റാണ് സ്പൈറൽ കരിക്കുലം. സി ബ്രൂണറിൻ്റെ വികസന ഘട്ടങ്ങൾ നമുക്കിവിടെ കാണുവാൻ സാധിക്കും. ഫൈൻഡിങ് ബുക്സ്. കുട്ടി ആദ്യം ഇനാക്റ്റീവ് രീതിയിൽ ബുക്ക് കണ്ടെത്തും. അതിൻ്റെ പിക്ചറാണ് താഴെ കൊടുത്തിരിക്കുന്നത്. പ്ലേസ് ഷെൽഫ് മാർക്ക്. നമ്മൾ ബുക്ക് കണ്ടെത്താനായിട്ട് മാർക്ക് ചെയ്ത് വെക്കില്ലേ, ലൈബ്രറിയിലൊക്കെ ബുക്കുകൾ ഇന്ന ഏരിയയിൽ സൈക്കോളജി ബുക്ക്, ഫിലോസഫീൻ്റെ ബുക്ക്, പിന്നെന്താണ് തേർഡ് പേപ്പറിൻ്റെ ബുക്ക്, അങ്ങനെ മാർക്ക് ചെയ്ത് വെക്കുന്നത്. മലയാളം ലാംഗ്വേജ്, ഇംഗ്ലീഷ്, ഹിന്ദി, സാൻസ്ക്രിറ്റ്, അങ്ങനെ ലാംഗ്വേജിൽ തന്നെ മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി, സാൻസ്ക്രിറ്റ് എന്നിങ്ങനെ മാർക്ക് ചെയ്ത് വെക്കുന്ന ഒരു ഫോർമാറ്റ് ഉണ്ട്. അത് ഫൈൻഡിങ് ബുക്കിന് പറ്റുന്ന ഒരു രീതിയാണ്. ഏറ്റവും ആദ്യം നമ്മൾ അങ്ങനെ ചെയ്തിട്ടുണ്ടാവുക. പിന്നെ കുറച്ചുകൂടി ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു സെൻസാണ് ഐക്കോണിക്. ഡ്രോ സൈൻസ് കൊടുത്തിട്ട് സിമ്പിൾസ് ഒക്കെ കൊടുത്തിട്ട് നമ്മളത് ബുക്ക് ഇന്ന ഏരിയയിലുണ്ടെന്ന് നമ്മൾ മാർക്ക് ചെയ്ത് വെക്കും. പിന്നെ മറ്റൊരു ഫോർമാറ്റാണ് സിംബോളിക്. ലാംഗ്വേജ് പഠിച്ചിട്ടുണ്ടെങ്കിൽ വായിക്കാൻ, അതോടൊപ്പം തന്നെ കമ്പ്യൂട്ടർ ലിറ്ററസി നേടിയിട്ടുണ്ടെങ്കിൽ ഓൺലൈൻ കാറ്റലോഗിലൂടെയും നമുക്ക് ബുക്ക് സെർച്ച് ചെയ്യാൻ സാധിക്കും. ഓക്കെ,
ഇത് ബുക്ക് ഫൈൻഡിങ്ങിലെ സ്പൈറൽ കരിക്കുലം എന്ന് പറയുന്ന മെത്തേഡ് അനുസരിച്ച് ബുക്ക് ഫൈൻഡിങ് എന്ന് പറയുന്ന ടോപ്പിക്കിനെ നമ്മൾ അവതരിപ്പിക്കുന്നതിൻ്റെ ഒരു എക്സാമ്പിളാണ് കാണിച്ചിരിക്കുന്നത്. For the instruction to teachers, spiral curriculum suggests that teachers vary the instructional method based on the developmental level of the students. The spiral curriculum will enable the teacher to teach any content in a meaningful fashion to learner of almost any age if the proper technique focusing on the target student's developmental level is used. For this, the teacher should revisit material that has been previously learned in order to reinforce it and build upon it even more. സ്പൈറൽ കരിക്കുലം പാഠ്യപദ്ധതി അനുസരിച്ച് അധ്യാപകൻ വിദ്യാർത്ഥിയുടെ വികസന നിലയെ അടിസ്ഥാനമാക്കിയാണ് ഇൻസ്ട്രക്ഷണൽ രീതികൾ അവലംബിക്കേണ്ടത്. സ്പൈറൽ പാഠ്യപദ്ധതി ഏതെങ്കിലും ഉള്ളടക്കത്തെ അർത്ഥവത്തായ രീതിയിൽ പഠിപ്പിക്കാൻ അധ്യാപകനെ പ്രാപ്തരാക്കും. ടാർഗറ്റ് ചെയ്ത രീതിയിൽ വിദ്യാർത്ഥികളിൽ ഡെവലപ്മെന്റ് ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് അധ്യാപകർക്ക് സാധിക്കുന്ന ഒന്നാണ് സ്പൈറൽ കരിക്കുലം. ഫോക്കസ്ഡ് ആയിരിക്കും സ്റ്റഡി. അധ്യാപകൻ മുൻപ് പഠിപ്പിച്ച കാര്യങ്ങൾ വീണ്ടും പരിശോധിപ്പിക്കുകയും അത് ശക്തിപ്പെടുത്തുകയും അങ്ങനെ പ്രീവിയസ് നോളജിനെ മുൻപോട്ട് കൊണ്ടുവന്ന് കുട്ടിയെ റീഇൻഫോഴ്സ് ചെയ്തുകൊണ്ട് പഠിപ്പിക്കുമ്പോൾ ഏതൊരു വിദ്യാർത്ഥികളിലും നല്ല രീതിയിലുള്ള ബോധനം സാധിപ്പിക്കാൻ അധ്യാപകനെ പ്രാപ്തമാക്കുന്ന ഒരു കരിക്കുല രീതി കൂടിയാണ് സ്പൈറൽ കരിക്കുലം. Educational implications. The implication of spiral curriculum put forth by Bruner is that the same basic idea revisited repeatedly, building upon them until the student has grasped the full detail that goes with him. Spiral curriculum അനുസരിച്ച് താഴെ ക്ലാസ്സിൽ പഠിക്കുന്നതിൻ്റെ റിപ്പീറ്റേഷൻസ് ആണ് പിന്നീട് വരുന്ന ഓരോ ക്ലാസ്സിലും. സോ വിദ്യാർത്ഥികൾ ബേസിക് ഐഡിയ റിവൈസ്ഡ് ചെയ്തും റിപ്പീറ്റ് ചെയ്തും പഠിക്കുന്നതാണ് കാണുന്നത്. ഇതിലൂടെ വിദ്യാർത്ഥികളുടെ മനോനിലയ്ക്കനുസരിച്ച് വിദ്യാഭ്യാസം നടത്തുവാൻ നമുക്ക് സാധിക്കും. According to Bruner's theory, the fundamental principles of any subject can be taught at any age, provided the material is converted to a form and age appropriated to the child. അധ്യാപകൻ വിദ്യാർത്ഥിയുടെ മനോനിലയ്ക്കനുസൃതമായി പാഠ്യ വിഷയങ്ങളും അതിൻ്റെ പാഠ്യവസ്തുക്കളുടെ മെറ്റീരിയൽസിനെ മാറ്റണം. അതിലൂടെ ബോധനം നടത്തണം. അത് വളരെ എഫക്റ്റീവായിട്ടുള്ള ബോധന മാർഗം കൂടിയായിരിക്കും. The notion of inactive, iconic and symbolic ages may also be applicable to adult learning unfamiliar materials. മുതിർന്ന കുട്ടികൾക്കും പഠിപ്പിക്കുവാനായിട്ട് പറ്റുന്ന ഒന്നാണ് ബ്രൂണറിൻ്റെ സ്പൈറൽ കരിക്കുലവും അദ്ദേഹത്തിൻ്റെ ഇനാക്റ്റീവ്, ഐക്കോണിക് ആൻഡ് സിംബോളിക് സ്റ്റേജസ്. പ്രായഭേദ്യമില്ലാതെ എല്ലാ വിദ്യാർത്ഥികളെയും പഠിപ്പിക്കുവാൻ നമുക്ക് ഉപയോഗപ്പെടുത്താവുന്ന ഒന്നാണ് ബ്രൂണറിൻ്റെ എഡ്യൂക്കേഷണൽ ആശയങ്ങൾ. Bruner's idea of the mode of representation imply the ideal sequence for instruction, but when learners have well developed a symbolic system, it may not be necessary to go through the entire sequence. Also, the mode of instruction should match the criteria that will be used for measuring learning outcomes. See, Bruner's sequential orders like the inactive, iconic and symbolic. ഇത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മൾ വിദ്യാർത്ഥികളെ ബോധനം നടത്തുമ്പോൾ വളരെ നല്ല രീതിയിലുള്ള റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാം, നല്ല രീതിയിലുള്ള ഔട്ട്കം ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് സാധിക്കും എന്നാണ് ഇവിടെ പറയുന്നത്. We can make good outcome when we use the sequential development learning process like the inactive, iconic and symbolic.
Then the idea of a spiral curriculum embodies Bruner's idea of teaching by spiraling through similar topic at every age, but consistent with the child's stage of thought. സ്പൈറൽ കരിക്കുലം പറയുന്നതനുസരിച്ച് ഒരു കണ്ടന്റിനെ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ കുട്ടികളിലേക്ക് അവതരിപ്പിക്കാൻ സാധിക്കും. ആ സെയിം കണ്ടന്റ് തന്നെയാണ് മുതിർന്ന ക്ലാസ്സുകളിലും നമ്മൾ കോംപ്രിഹെൻസ് ചെയ്ത് അവതരിപ്പിക്കുന്നത്. സോ സ്പൈറലിംഗ് മെത്തഡ് ഈസ് എ ഗുഡ് ഫോർ ദ educational mode of presentation. According to Bruner, discovery is not just an instructional technique but an important learning outcome in itself. Schools should help learners develop their own ability to find the recurrent regularities in their environment. കണ്ടെത്തി പഠിക്കുക എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് ജസ്റ്റ് എ ഇൻസ്ട്രക്ഷണൽ ടെക്നിക് ബട്ട് ആൻ ഇമ്പോർട്ടൻറ്റ് ലേണിംഗ് ഔട്ട്കം ഇൻ ഇറ്റ് സെൽഫ്. ഓക്കെ, ഇത് ജസ്റ്റ് ഒരു ടെക്നിക്കായി മാത്രം നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. നല്ല ലേണിംഗ് ഔട്ട്കം ഉണ്ടാക്കി കൊടുക്കുന്ന ഏറ്റവും നല്ല എഫക്റ്റീവായിട്ടുള്ള ഒരു ബോധന മാർഗം കൂടിയാണ് ഡിസ്കവറി ലേണിംഗ്. അധ്യാപകൻ അതോടൊപ്പം സ്കൂളിൻ്റെ എൻവിറോൺമെൻറ്റും വിദ്യാർത്ഥികളിൽ കണ്ടെത്തി പഠിക്കാനുള്ള കഴിവ് വികസിപ്പിച്ചെടുക്കാൻ നല്ല രീതിയിലുള്ള അവസരങ്ങൾ ഓപ്പർച്യൂണിറ്റീസ് നൽകണം എന്നാണ് പറയുന്നത്. Building and maintaining predispositions required of learners, the structure of knowledge, the sequencing of instructional experiences, and nature of reinforcement should be considered in all academic activities like writing a textbook, preparing a lesson plan, preparing a self-instructional material, etc. വിദ്യാർത്ഥികൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് വേണം വിദ്യാർത്ഥികളുടെ കണ്ടെത്തി പഠിക്കുക എന്ന് പറയുന്ന എഡ്യൂക്കേഷണൽ മെത്തേഡിന് പ്രാധാന്യം നൽകത്തക്ക രീതിയിൽ നമ്മൾ പാഠപുസ്തകം എഴുതുക, പാഠ്യപദ്ധതി തയ്യാറാക്കുക, സെൽഫ് ഇൻസ്ട്രക്ഷൻ മെറ്റീരിയൽസ് തയ്യാറാക്കുക എന്നിവ ചെയ്യുന്നതിലൂടെ നല്ല രീതിയിലുള്ള ഔട്ട്കം വിദ്യാർത്ഥികൾ ഉണ്ടാക്കി എടുക്കുവാനും ഇൻവെസ്റ്റിഗേറ്റീവ് ലേണിങ്ങിന് പ്രാധാന്യം കൊടുക്കുവാനും നമുക്ക് സാധിക്കും. ലേണേഴ്സ് തിയറി calls for placing learners as active participants as discoverers in the acquisition of knowledge. അദ്ദേഹത്തിൻ്റെ തിയറി പ്രധാനമായിട്ടും പറയുന്നത് വിദ്യാർത്ഥികളെ ഡിസ്കവറി ലേണിങ്ങിന് എഫക്റ്റീവായിട്ട് ഉപയോഗപ്പെടുത്തക്ക രീതിയിൽ അധ്യാപകൻ പാഠ്യഭാഗങ്ങൾ ക്രമപ്പെടുത്തണം. ടീച്ചിങ് ലേണിംഗ് സിറ്റുവേഷൻ ഷുഡ് ബി അവോയ്ഡ് presenting established facts and knowledge to learners in a product oriented manner. അറിവ് നേടുന്നതിനായി പഠിതാക്കളെ അധ്യാപകൻ സജ്ജനാക്കിക്കൊണ്ടിരിക്കണം എപ്പോഴും. അതോടൊപ്പം പഠിക്കാനും പഠിപ്പിക്കുവാനുമുള്ള സാഹചര്യങ്ങൾ സ്ഥാപിച്ചു കൊടുക്കുകയും വസ്തുതകളെയും അറിവുകളെയും അവതരിപ്പിക്കുന്നത് ഒഴിവാക്കി കണ്ടെത്തി പഠിക്കുവാനായി അവസരങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യണം. Reinforcement in the form of knowledge of results should be given at the appropriate junctures where such knowledge should be useful in moving forward to the achievement of the goal. കുട്ടികളിൽ നല്ല രീതിയിലുള്ള റിസൾട്ട്സ് ഔട്ട്കം രൂപപ്പെടുത്തുവാനായി അറിവിൻ്റെ രൂപത്തിലുള്ള പുനർനിർമ്മാണം ഉചിതമായ ഘട്ടത്തിൽ നൽകണം. അതായത് കുട്ടികൾക്ക് വ്യക്തമായ സിറ്റുവേഷനിൽ ആവശ്യമായ സിറ്റുവേഷനിൽ അവർക്ക് റീഇൻഫോഴ്സ്മെൻറ്റ് നൽകി നല്ല രീതിയിൽ പഠനത്തെ പുനർനിർമ്മിക്കുവാൻ അധ്യാപകൻ സാഹചര്യം ഒരുക്കണം. അവിടെ അറിവ് ഉത്ഭവിക്കുകയും നല്ല രീതിയിലുള്ള പുരോഗതിയുമായി കുട്ടി മുൻപോട്ട് പോകുകയും ചെയ്യും. പഠനം എഫക്റ്റീവായി മാറുകയും ചെയ്യും.